മാത്രമേ അങ്ങനെ വന്ന് കടിക്കുള്ളൂ. പാമ്പ് കടിച്ച് മരിക്കാൻ യോഗമുള്ളവർ ഇങ്ങോട്ട് വന്ന് കടിക്കും. ഇല്ലെങ്കിൽ അബദ്ധത്തിലൊക്കെ ചെന്ന് ചവിട്ടുമ്പോഴാണ് പലർക്കും കടിയേക്കുന്നത്. അങ്ങനെ നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീമതി എസ് ഗിരിജ അന്തർജനമാണ്. മാമിൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. ജ്യോതിഷ്മതി ആസ്ട്രോളജിക്കൽ റിസർച്ച് ആൻഡ് സ്റ്റഡി സെൻറ്റർ എന്നൊരു സ്ഥാപനം നടത്തി പോരുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലായിട്ടാണ് ഈ സ്ഥാപനം ഇട്ടിരിക്കുന്നത്. അവിടെ ആസ്ട്രോളജിക്കൽ ക്ലാസ്സസ് ഒരുപാട് എടുത്തു പോരുന്നുണ്ട്. അപ്പം ആസ്ട്രോളജി, അതായത് വേദിക് ആസ്ട്രോളജിയാണ് മാം ബേസിക്കലി എടുക്കുന്നത്. അതുകൂടാതെ മാം എനിക്ക് തോന്നുന്നു ടെക്നോളജി എടുക്കുന്നുണ്ട്, ഹസ്തരേഖാശാസ്ത്രം എടുക്കുന്നുണ്ട്, താമ്പൂല പ്രശ്നം ചെയ്യുന്നുണ്ട്, വാസ്തുവുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ക്ലയൻസ് വിളിക്കുകയും അവർക്ക് പഠിക്കണം താല്പര്യം പറഞ്ഞുകൊണ്ടും ഒക്കെ വിളിച്ചിരുന്നു. അപ്പം മാം അങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരാളാണ്. അപ്പം ഇത്രയും ആൾക്കാർ വിളിച്ചപ്പോൾ ഒരുപാട് പേര് വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. മാം ഇപ്പം ക്ലാസ് എടുക്കുന്നത് കൂടാതെ ഇപ്പം പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലാണ്. ഒരു ജാതകം നോക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ഗ്രഹനിലയിലുള്ള ദോഷങ്ങൾ, പലതരത്തിലുള്ള ശാപങ്ങൾ ഒക്കെ കാണാറുണ്ട്. അപ്പം അതിലൊന്നാണ് ഈ കാളസർപ്പ ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ കാളസർപ്പ ദോഷം ശരിക്കും എന്താണ്? അത് പല വിധത്തിലുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു തരത്തിലായിരുന്നു. അപ്പം മാമിനോട് സംസാരിച്ചപ്പോഴാണ് 10-12 തരത്തിലുള്ള ദോഷമുണ്ടെന്നും അതേതാന്ന് തിരിച്ചറിഞ്ഞാലേ അതിന് പരിഹാരം ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം മാം ഈ ദോഷത്തെപ്പറ്റി ഒന്ന് വിശദമായിട്ട് സംസാരിക്കാമോ? പിന്നെ പ്രശസ്ത വ്യക്തികൾക്കൊക്കെ ഈ ദോഷമുണ്ട്, പക്ഷെ അതൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടേ ഉള്ളൂ. അപ്പം അതെന്തുകൊണ്ടായിരിക്കും അവർ വിജയിച്ചത്? അപ്പം എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണാൻ സാധിക്കുന്നത്? ഇത് പരിഹാരം കണ്ടില്ലെങ്കിൽ എത്രത്തോളം ദോഷം ഒരാളുടെ ജീവിതത്തിൽ വരാം, അതെങ്ങനെ ബാധിക്കാം എന്നൊക്കെ ഒന്ന് പറയാമോ? പറയാം, തീർച്ചയായിട്ടും. കാളസർപ്പദോഷം എന്ന് പറയുന്നത് 12 വിധത്തിലാണുള്ളത്. 12 രീതിയിലുള്ള കാളസർപ്പയോഗങ്ങളാണ് പുസ്തകത്തിനകത്ത് പറയുന്നത്, വേദത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ 12 രീതിയിലുള്ള കാളസർപ്പയോഗങ്ങളും ഓരോ വ്യക്തികളെ 12 രീതിയിലാണ് ബാധിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ബാധിക്കുന്നത്. പിന്നെ പൊതുവേ ഒരു ക്വാളിറ്റി ഉണ്ട്. എല്ലാവർക്കും കൂടെ വരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമായിട്ട് വരുന്നതുണ്ട്. ഉദാഹരണത്തിന് സ്കിൻ ഡിസീസ്, തലപ്പെരുപ്പ്, കണ്ണിന് പ്രശ്നങ്ങൾ, സഞ്ചാര സ്വാതന്ത്ര്യം കുറവ്, അതായത് കാലിന് പ്രശ്നം ഉണ്ടാവുക, ജന്മനാ തന്നെ കാലിന് പ്രശ്നം ഉണ്ടാവുക, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം കാലിന് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കുക, ഇതൊന്നും അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിൽ ഉള്ള ജീവിത രീതികൾ, ബാക്കിയുള്ളവർ ഓവറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി, സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കാതെ പുറത്തോട്ടൊന്നും വിടാതെ അടിച്ചമർത്തൽ പോലെയുള്ള രീതി, അതും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ കാളസർപ്പദോഷം എന്ന് പറഞ്ഞാൽ ജാതകത്തിനകത്തുള്ള ഏറ്റവും വലിയ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ പൊതുവെ ജാതകത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ ജാതക ഭംഗയോഗം എന്ന് പറഞ്ഞൊരു യോഗമാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ പോലും ആ ഒരു യോഗത്തിന് പകരമായിട്ട് ഈ ലോകത്തിൽ വലിയ പരിഹാരങ്ങളൊന്നുമില്ല, കുറച്ച് പരിഹാരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പരിഹാരം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാം കൊണ്ടും തകർന്നു പോകുന്ന, ഉദാഹരണത്തിന് ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്ത എഫക്റ്റ് കിട്ടുന്ന ഒരു യോഗമാണ് ഈ ജാതക ഭംഗയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ വലിയ ദോഷത്തെ പോലും അതിജീവിക്കാനുള്ള കഴിവാണ് ഈ കാളസർപ്പദോഷം എന്ന് പറയുന്നത്. കാളസർപ്പദോഷം ഉള്ളവർ ഇതിനെ അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ജന്മന നാച്ചുറലി തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അതുപോലെ വലിയ വലിയ രാഷ്ട്രീയക്കാർ, അങ്ങനെ ഏറ്റവും ഉന്നത നിലയിലൊക്കെ എത്തിയവരിൽ ഏറ്റവും കൂടുതൽ പേരും കാളസർപ്പയോഗം അല്ലെങ്കിൽ അഥവാ കാളസർപ്പദോഷം ഉള്ളവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ അഗ്രേ രാഹു രഥോ കേതു സർവേ മധ്യഗതേ ഗ്രഹ കാളസർപ്പ സ്മൃതാബുധേ എന്ന് പറയുന്നത്. ഒരഗ്രഹത്തിൽ രാഹുവും മറ്റൊരഗ്രഹത്തിൽ കേതുവും ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ഇതിൻ്റെ മധ്യത്തിലും സഞ്ചരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ ജനിക്കുമ്പോൾ ആ ഒരു ഗ്രഹനിലയാണ് ഉള്ളെങ്കിൽ അതാണ് കാളസർപ്പയോഗം എന്നാണ് പറയുന്നത്. അത് 12 രീതിയിലുണ്ട്. പിന്നെ ലഗ്നവും ഗുളികനും ഒക്കെ പുറത്ത് വന്നാലും ഈ കാളസർപ്പയോഗമുണ്ട്. പിന്നെ ഏതെങ്കിലും ബലമില്ലാത്ത ഗ്രഹമാണ് പുറത്ത് വന്നതെങ്കിലും കാളസർപ്പയോഗം ഉറപ്പായിട്ടും സംഭവിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച്
ഏത് രാശിയിലാണോ ഈ കാളസർപ്പയോഗം സംഭവിച്ചിരിക്കുന്നത്, ലഗ്നം തുടങ്ങി 12 ഭാവങ്ങളുണ്ട്. ഈ 12 ഭാവങ്ങളിലും സംഭവിക്കുന്ന കാളസർപ്പയോഗങ്ങൾക്ക് 12 റിസൾട്ടാണുള്ളത്. ഉദാഹരണത്തിന് ലഗ്നത്തിൽ സംഭവിക്കുന്ന കാളസർപ്പയോഗത്തിനാണെങ്കിൽ അയാളുടെ ശരീരത്തിനുള്ള പ്രശ്നങ്ങളായിരിക്കും, ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പ്രശ്നങ്ങളായിരിക്കും അവർക്ക് കൂടുതൽ. 2ാം ഭാവത്തിനാണെങ്കിൽ ധനപരമായിട്ട്, അതായത് കുടുംബത്തിൽ നിന്നുള്ള ധനവരുമാനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ കുടുംബം പരമായിട്ട് മുൻജന്മങ്ങൾ, ജന്മജന്മാന്തരങ്ങൾ, സാധാരണ ഒരു ഒട്ടുമുക്കാലും പേർക്കും സർപ്പദോഷമുണ്ട്. പക്ഷെ ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ സർപ്പത്തെ നിരന്തരം ദ്രോഹിച്ചു വരുന്നവർക്ക്, അതായത് പാമ്പിനെ തല്ലിക്കൊല്ലുക, അതുപോലെ തന്നെ പാമ്പിൻ്റെ മുട്ട നശിപ്പിക്കുക, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക, കാവ് നശിപ്പിക്കുക, ഇങ്ങനെയുള്ള കാവൊക്കെ നശിപ്പിച്ചിട്ട് ആ കാവൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെട്ടിത്തെളിച്ച് വിൽക്കും. പിന്നെ അവർക്ക് വിശ്വാസമില്ലെന്നുകൊണ്ട് അടുത്ത തലമുറ വരുമ്പം, അടുത്ത തലമുറകൾ 7 തലമുറകൾ കഴിഞ്ഞാൽ സന്തതി ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അത് പ്രത്യേകിച്ച് ഈ കുടുംബ സംബന്ധമായിട്ടുള്ള കാളസർപ്പയോഗം ഉള്ളവർ ഉറപ്പായിട്ടും അങ്ങനെ കണ്ടുവരുന്നുണ്ട് കൂടുതൽ പേരും. പിന്നെ സന്തതി പരമ്പരകൾ ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെ. പിന്നെ സഹോദരങ്ങളില്ലാതാവുക, സഹായിക്കാൻ ആരും ഇല്ലാതാവുക, സഹോദരനാശയോഗം സംഭവിക്കുക, സഹോദരങ്ങൾക്ക് ദുർമരണം സംഭവിക്കുക, ഇങ്ങനെയൊക്കെ വരുന്നത് 3ാം ഭാവത്തിൽ സംബന്ധിച്ചിട്ടുള്ള കാളസർപ്പയോഗം. പിന്നെ 4ാം ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ളത് കുടുംബം. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പേരുണ്ട്. അപ്പോൾ നമ്മളത് ഏതാണെന്ന് കണ്ടുപിടിച്ച് ഡിഫൈൻ ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്ത് അതൊക്കെ മാറും കേട്ടോ. 4ാം ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്, അമ്മാവന്മാർ, ഇങ്ങനെയുള്ള എല്ലാവരെയും കൂട്ടുകാർ, ഇങ്ങനെയുള്ളവർക്ക് കൂട്ടുകാരൊന്നും കാണത്തില്ല. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ചുള്ള മെഡിറ്റേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം, പരിഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റത്തുള്ളൂ. 5ാം ഭാവത്തിലാണ് ഈ കാളസർപ്പയോഗം സംഭവിച്ചിരിക്കുന്നതെങ്കിൽ സന്തതി നാശമാണ്, സന്താനനാശയോഗം എന്ന് പറയും. എത്ര പ്രാവശ്യമാണ് ഇത് അബോർഷനാകുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല എന്ന് തന്നെ, ജീവിതത്തിൽ കുട്ടികളെ ഉണ്ടായില്ല എന്ന് തന്നെ വരും. പക്ഷേ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ 12 രീതിയിലാണ് കാളസർപ്പയോഗം ഉള്ളത് കേട്ടോ. ഇത് കാളസർപ്പദോഷവും സർപ്പദോഷവും വേറെ വേറെയാണ്? ഇല്ല. കാളസർപ്പയോഗം നമ്മൾ ജാതകത്തിനകത്ത് വരുന്നതിന് എല്ലാത്തിനകത്ത് യോഗം എന്ന് പറയുന്നത് രാജയോഗങ്ങൾ, കാളസർപ്പയോഗങ്ങൾ, ദരിദ്രയോഗങ്ങൾ, കേമദ്രുമയോഗം എന്നൊക്കെ പറയുന്നത് ദരിദ്രയോഗത്തിലൊന്നാണ്. അതുപോലെ തന്നെ ഗജകേസരി യോഗം, അതുപോലെ ഒരുപാട് എല്ലാ പഞ്ചതാരാഗ്രഹങ്ങളെ കൊണ്ടുള്ള ഓരോ യോഗങ്ങളെയും, അതായത് ഭദ്രമഹായോഗം, ഹംസമഹായോഗം, മാളവ്യ മഹായോഗം, ശശമഹായോഗം, രുചക മഹായോഗം, ഇങ്ങനെയുള്ള എല്ലാ യോഗങ്ങളെയും അത് ആ ഗ്രഹങ്ങളുടെ ഒരു കോമ്പിനേഷൻ യോഗം. മരുന്നുകളെ അങ്ങനെയല്ലേ ഉണ്ട്, ഇന്ന യോഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന റിസൾട്ട് ഉണ്ടാവും. ആയുർവേദത്തിൽ അങ്ങനെയാണ് പറയാറുള്ളത്, യോഗം എന്നാണ് പറയുന്നത്, മരുന്നുകളുടെ കൂട്ടുകളെ. അതുപോലെ തന്നെ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള നിൽപ്പിനെയാണ് കാളസർപ്പ യോഗം എന്ന് പറയുന്നത്. യോഗം, ഗ്രഹങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ യോഗം ചെയ്യുന്നതിനാണ് കാളസർപ്പ യോഗം എന്ന് പറയുന്നത്. അത് തന്നെ കാളസർപ്പ ദോഷം എന്ന് പറയുന്നുണ്ട്. മാലികാ യോഗങ്ങൾ വേറെ പല രീതിയിൽ ഇതിനെ വിവരിച്ചിട്ടുണ്ട്, പല രീതിയിലും വിവരിച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളിൽ പല പേരിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ വിവരിച്ചാലും ദോഷം തന്നെയാണ്. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ കണ്ടറിഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്താൽ അത് വലിയ ഹൈ ലെവലിലേക്ക്, ഹൈ പൊസിഷനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു യോഗമാണ്. ശരിക്കും ഒരു ചക്രവർത്തി യോഗത്തിന് തുല്യമായിട്ടൊരു യോഗമാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത്. അതിന് പോസിറ്റീവായിട്ടുള്ള തലങ്ങളുമുണ്ട്. പക്ഷെ ഓരോന്നിനും ഓരോ പരിഹാരങ്ങളാണ്, ഓരോ ക്ഷേത്രത്തിൽ ഓരോ രീതിയിൽ പരിഹാരം ചെയ്യണമെന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂ. അതിന് നല്ലൊരു ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഏത് രീതിയിലുള്ള കാളസർപ്പയോഗമാണെന്ന് അറിയാനും അപ്പോൾ അതനുസരിച്ചിട്ട് അതിന് പരിഹാരം ചെയ്യാനും പറ്റുള്ളൂ. നമുക്കിപ്പോൾ ജാതകം നോക്കിയിട്ടല്ലാതെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുഖലക്ഷണങ്ങൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഹസ്തരേഖാശാസ്ത്രം വഴിയോ താമ്പൂലം വഴിയോ ഒക്കെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇന്ന പ്രശ്നം ഉണ്ടെന്നുള്ള, ഈ കാളസർപ്പ ദോഷം ഉണ്ടെന്നുള്ള അറിയാൻ പറ്റുമോ? സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾ വരുന്നവർക്ക് കാളസർപ്പയോഗം ഭയങ്കര തീവ്രമായിട്ടുള്ള കാളസർപ്പയോഗം ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ കഠിനമായ സർപ്പദോഷം ഉള്ളവർക്കാണ് ഇത് വരുന്നത്. കണ്ണിന് കാഴ്ചയില്ലാതെ ജനിക്കുക, ചെവിക്ക് ENT പ്രശ്നങ്ങളാണ് മെയിനായിട്ടുള്ളത്. ENT പ്രശ്നങ്ങളുള്ളവർക്ക് കാളസർപ്പയോഗം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ പല രീതിയിലുള്ള സ്കിൻ ഡിസീസസ്, തലമുടി ഒരുപാടായിട്ട് കൊഴിയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അതുപോലെ തന്നെ
മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇത് കാളസർപ്പയോഗത്തിൻ്റെ പാരമ്യം നമ്മൾ പരിഹാരമൊക്കെ ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു രീതിയിലുള്ള മാനസിക രോഗത്തിലേക്ക്, ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് അവരെ എത്തിക്കും. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള രത്നങ്ങൾ, ഇപ്പോൾ ജമോളജിയിൽ പലതരത്തിലുള്ള രത്നങ്ങൾ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും രത്നങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറേയൊക്കെ പരിഹാരമാകുമോ? തീർച്ചയായിട്ടും. ഗോമേതകം, വൈഡൂര്യം തുടങ്ങിയ രത്നങ്ങൾ ഇതിന് നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെ പൊതുവെ ഏറ്റവും കൂടുതൽ നല്ലത് ഗരുഡ യന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു യന്ത്രമുണ്ട്, ഒരു ഏലസ് ഉണ്ട്. ആ ഏലസ് ധരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം, പ്രത്യേകിച്ച് സർപ്പദശയിലൊക്കെ ധരിക്കണം. കാളസർപ്പയോഗമുള്ളവർ അത് വേണ്ട രീതിയിൽ എഴുതി, എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മളത് കഴുത്തിൽ കെട്ടി തൂക്കിയിട്ട് കാര്യമില്ല. അത് നമ്മൾ ലോക്കറ്റ് കെട്ടി തൂക്കുന്ന നമ്മുടെ കഴുത്തിൽ ഒരു ലോക്കറ്റ് ഇടുന്നതിൻ്റെ ഒരു പ്രതീതി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അറിയാവുന്നവരെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ച് ധരിക്കുമ്പോഴാണ് അത് നമ്മുടെ ദേഹരക്ഷയാണ്. അല്ലാതെ വെറുതെ ഒരു തകിട് നമ്മളെ കഴുത്തിലിട്ടിട്ട് അതിന് കാര്യമില്ല. മനസ്സിലായി? അത് കൃത്യമായിട്ട് എഴുതി പൂജ കഴിച്ച് തരുന്നവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ച് ധരിച്ചാൽ മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. പിന്നെ വേറെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ സർപ്പദുരിത ദുഷ്കൃതങ്ങളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മണ്ണെടുത്ത് ആവാഹിച്ച് സർപ്പപ്രതിമയിലേക്ക്, അത് ഓരോരുത്തരുടെയും ജാതകത്തിലെ രാഹുകേതുക്കളുടെ നിൽപ്പ് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇതൊക്കെ പ്രതിമയിലേക്ക് അതനുസരിച്ചിട്ടാണ് കണക്ക്. ഇതിന് എത്ര പ്രതിമ, എങ്ങനത്തുള്ള പ്രതിമയായിരിക്കണം, അതിന് എത്ര മുട്ടകൾ വേണം എന്നൊക്കെയുള്ള തീരുമാനിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ജാതകത്തിൻ്റെ ഒരു രീതിക്കനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മണ്ണെടുത്ത് ആവാഹിച്ച് അത് നമ്മൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നുണ്ട്. ഈ മണ്ണിനെ ഒഴുക്കി കളയും ആവാഹിച്ച ശേഷം. എന്നിട്ട് ഈ പ്രതിമ കൊണ്ടുവന്ന് നമ്മൾ പാമ്പിന്മേക്കാവ്, മണ്ണാർശാല പോലുള്ള ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാറുമുണ്ട്. അതും ഇതിനൊരു പരിഹാരമാണ്. അങ്ങനെ പല രീതിയിലുള്ള സർപ്പം പാട്ട് നടത്തുന്നത്, പുള്ളുവം പാട്ട് നടത്തുന്നത്, പിന്നെ അതുപോലെ തന്നെ സാധുക്കൾക്ക് അന്നദാനം ചെയ്യുന്നത്, പിന്നെ മഞ്ഞൾ കൊണ്ട് നൂറും പാലും നടത്തുന്നത്, പിന്നെ ഒരുപാട് പല ദോഷങ്ങൾക്കും അതിൻ്റെ ഗുരുലഘുത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പരിഹാരം ചെയ്താൽ മാത്രമേ ജീവിതകാലം മൊത്തം ചെയ്യുന്നതാണ് നല്ലത് അല്ലേ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുകയും പിന്നെ അത് കഴിഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ട് നൂറും പാലും ചെയ്യുകയും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെയാണ്, പണ്ടേ ഉള്ളൊരു ക്ലയൻറ്റാണ്. പുള്ളിക്കാരി ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ അമ്മ അമ്പലത്തിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഈ സർപ്പദോഷത്തിൻ്റെ തട്ടുള്ള യാതൊരു ദോഷങ്ങളും പരിചയമില്ല. പക്ഷേ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളെല്ലാം കിട്ടി. പുള്ളിക്കാരിക്ക് വലിയ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഒരു പക്ഷേ പറഞ്ഞാൽ പുറത്തറിയും, അതുകൊണ്ട് പറയാത്തതാണ്. വ്യക്തിയെ പറഞ്ഞാൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സമൂഹത്തിൽ. അപ്പം പുള്ളിക്കാരിയുടെ ഈ അച്ഛമ്മ മരിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ പൂജയൊന്നും ചെയ്യാൻ ആരുമില്ല. അപ്പോൾ തൊട്ട് പുള്ളിക്കാരിക്ക് അവിടെ തൊട്ട് തന്നെ തിരിച്ച് പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. എല്ലാവരും ശത്രുക്കളായി തുടങ്ങി. ജോലി സ്ഥലത്തൊക്കെ ഭയങ്കര ശത്രുതയുണ്ടായി തുടങ്ങി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് പിന്നെ എന്നെ കാണാൻ വന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, കാളസർപ്പയോഗം ഉണ്ടല്ലോ, നിങ്ങൾ സർപ്പദോഷത്തിന് എന്ത് പരിഹാരം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ്, ഇത്രയും കാലം അച്ഛമ്മ ചെയ്യുമായിരുന്നല്ലോ, ഇപ്പോൾ അച്ഛമ്മ പോയതിന് ശേഷം ആരും ചെയ്യാനില്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് എന്ന് പറഞ്ഞ് നമ്മളതെല്ലാം നോക്കി അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഇപ്പം ബാക്കിയുള്ള പരിഹാരങ്ങൾ തുടരുന്നുണ്ട്. മെയിനായിട്ടുള്ള പരിഹാരം ചെയ്തു. എന്നിട്ട് സബ്ബായിട്ടുള്ള പരിഹാരങ്ങൾ എല്ലാ മാസവും ആയില്യം നക്ഷത്രത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. അപ്പം മാം ഒരുപാട് ജാതകങ്ങളല്ലേ ഗ്രഹനിലയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ കാളസർപ്പദോഷമുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടോ? അതോ ഒരുപാട് പേര്. അത് ഏറ്റവും കൂടുതൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്. കാളസർപ്പയോഗം ഉള്ളവർക്ക് കൂടുതൽ പേർക്കും അവർക്ക് ദൈവം പ്രശസ്തി കൊടുക്കും. കാരണം അവർക്ക് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള അസാമാന്യമായിട്ടുള്ള കഴിവും കൂടെ കൊടുത്ത ദൈവം വിടുന്ന ഇങ്ങോട്ട്. അവർക്കൊരു പ്രശ്നമേ അല്ല. ചില കാളസർപ്പയോഗമുള്ളവർ മാത്രമേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുള്ളൂ, ഒന്നിലും മുന്നോട്ട് പോകാൻ പറ്റാതെ അനുഭവിക്കുന്നത്. ഇതിൽ ചില കാളസർപ്പയോഗമുള്ളവർ വലിയ നിലയിലേക്ക് പോകും. മാമിന്റെ കാഴ്ചപ്പാടിൽ ഉള്ളതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും പലപ്പോഴും ഇത് ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ജാതകഭംഗയോഗം, ദരിദ്രയോഗം, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊരു സുരക്ഷാ മാർഗമാണ്. ദൈവം തന്നെ കൊടുത്ത ഒരു പരിഹാരമാണ്. ജാതകത്തിനകത്ത് തന്നെ ഉള്ള ദോഷത്തിന് ജാതകത്തിനകത്ത് തന്നെ പരിഹാരമാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ അവർ ഒരുപാട് കഷ്ടപ്പെടും. പ്രത്യേകിച്ച് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും, ഓരോ ജോയിൻറ്റ് തോറും പെയിന്, കാലിൻ്റെ മുട്ടിന് പ്രശ്നം,
ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാലിനെയും ENT പ്രശ്നങ്ങളുമാണ്. ചെവി കേൾക്കാൻ വയ്യാതെ വരിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, കണ്ണ് കാണാൻ വയ്യാതെ വരിക. ഇതിൽ എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, പുള്ളിക്കാരിക്ക് കല്യാണം കഴിച്ച് ഡെലിവറി വരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡെലിവറിക്ക് ശേഷം പുള്ളിക്കാരിയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്ന് പരിഹാരമൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കാളസർപ്പ ദോഷം വരുന്നത് മുൻജന്മത്തിൽ എന്തെങ്കിലും കർമ്മദോഷം കൊണ്ടായിരിക്കുമോ ഈ ഒരു സംഭവം തീർച്ചയായിട്ടും സമയത്ത് വരുന്നത്? തീർച്ചയായിട്ടും. അല്ല, എന്തെങ്കിലും കണക്ഷൻ കാണണമായിരിക്കോ? ഇല്ല, നമ്മൾ ജനിക്കുമ്പോഴുള്ളതാണ് നമ്മുടെ ഗ്രഹനില. ജാതകം എന്ന് പറയുന്നത് ജനിക്കുമ്പോഴുള്ളതാണ്. അല്ലെ, മുൻജന്മങ്ങളിൽ ഏതെങ്കിലും ഈ പറഞ്ഞ സർപ്പക്കാവുകൾ നശിപ്പിക്കുകയോ ഏതെങ്കിലും രീതിയിലൊക്കെ വന്നിട്ടാണോ ഈ ജന്മത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? തീർച്ചയായിട്ടും. മുൻജന്മങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ദോഷങ്ങളെ സഞ്ചിത പാപകർമ്മങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു സഞ്ചിയിലാക്കി ജന്മജന്മാന്തരങ്ങളിലുള്ള പാപകർമ്മങ്ങളെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ നമ്മൾ വന്നു ചേർന്ന അതും ഒരു കർമ്മഫലമാണ്. നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ ഒരു വീട്ടിലേക്ക് നമ്മൾ വന്ന് ജനിക്കുന്നത്. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിട്ട് വന്ന് ജനിക്കുന്നതും അതും ഒരു കർമ്മഫലമാണ്. ചിലർക്കൊക്കെ നല്ല ഗ്രാൻഡായിട്ടുള്ള അച്ഛനമ്മമാരെ കിട്ടാറുണ്ട്, ചിലർക്കൊക്കെ കുറച്ച് പരിതാപകരമായിട്ടുള്ള അവസ്ഥ വരാറുണ്ട്. അപ്പം ഇതൊക്കെ കർമ്മഫലമാണ്, എല്ലാം കർമ്മഫലമാണ്. ഇതൊന്നും നമ്മളുടെ തീരുമാനമല്ല, എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ദോഷങ്ങളുടെയും ഗുണങ്ങളുടെയും ഫലങ്ങൾ അനുഭവിക്കാനാണ് നമ്മൾ ഈ ജന്മത്തിലേക്ക് വരുന്നത്. അപ്പം ജന്മജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായതേ എന്നാ പറയുന്നത്. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് രോഗങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാളസർപ്പയോഗത്തിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞാൽ ചെറുതിലെ തൊട്ടേ രോഗങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പിന്നെ അതിനെ അതിജീവിക്കാനുള്ള വഴി നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ട കാര്യം. പ്രത്യേക നാളുകാർക്ക് ഇത് കൂടുതലായിട്ട് ദോഷമുള്ളതായിട്ട് കണ്ടുണ്ടോ? ഇല്ല, നക്ഷത്രവും കാളസർപ്പയോഗമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇല്ല, എല്ലാ നക്ഷത്രക്കാരും കണ്ടുവരാറുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ പവർ കൂടുതൽ, അവർക്ക് വിൽ പവർ ഭയങ്കരമായിരിക്കും. അതാണ് കാളസർപ്പയോഗത്തിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നല്ല വിൽ പവർ ആയിരിക്കും അവർക്ക്. ചിലപ്പോൾ ചെറിയ പ്രായത്തിലൊന്നും തിരിച്ചറിയാൻ പറ്റാതെ ചിലപ്പോൾ 10-20 വയസ്സായിട്ടായിരിക്കും ഇങ്ങനൊരു ദോഷം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഓടിപ്പടച്ച് ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോയി പൂജകളും വഴിപാടുകളൊക്കെ ചെയ്ത് അങ്ങനെ, പിന്നെ എന്ന് വെച്ചാൽ വിവാഹത്തിന് തടസ്സം അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ ലൈഫിൽ വന്നേക്കാം, അല്ലെങ്കിൽ ജോലിക്ക് തടസ്സം, എല്ലാ പ്രശ്നവും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടോളാണ് കാളഹസ്തി എന്നൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, അവിടെ പോയി പൂജകൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. കാളഹസ്തിയും ഇതിനൊരു പരിഹാരമാണ്. പാമ്പിന്മേൽക്കാവ് പരിഹാരമാണ്. പാമ്പിന്മേൽക്കാവാണ് ശരിക്കും നമ്മുടെ ഭാരതത്തിലെ തന്നെ ഏറ്റവും ശാസ്ത്രീയമായിട്ട് പൂജകൾ നടന്നു വരുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാവ് മാറ്റാനുള്ള അധികാരം പാമ്പുമേക്കാവുകാർക്കാണെന്നാണ് പറയുന്നത്. എല്ലാവരും മാറ്റുന്നുണ്ട്, എല്ലാ സർപ്പക്കാവുകളുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും കാവ് മാറ്റലുണ്ട്. എങ്കിലും പാമ്പുമേൽക്കാവുകാർക്കാണ് ഇതിനകത്ത് അധികാരം. കാവ് മാറ്റാൻ അധികാരം പാമ്പിന്മേൽക്കാവ് മനയ്ക്കാണെന്നാണ് പറയുന്നത്. പിന്നെ മണ്ണാർശാലക്കാർ, വെട്ടിക്കോടുകാർ, അവർക്കൊക്കെ ഇതിനുള്ള അധികാരമുണ്ട്. തിരുവനന്തപുരത്തുള്ള അനന്തങ്കാട് ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, അവിടെ പൂജകൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കും അല്ലേ? അനന്തങ്കാട് ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ സർപ്പദോഷത്തിനുള്ള ഈ കാളസർപ്പദോഷത്തിനുള്ള പൂജ കൂടുതലും പാമ്പുമേക്കാവ് മനയിലും അല്ലെങ്കിൽ മണ്ണാർശാലയിൽ, അതല്ലെന്നുണ്ടെങ്കിൽ വെട്ടിക്കോട്, ഇങ്ങനെ പിന്നെ ആമേട എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സർപ്പദോഷങ്ങൾക്കായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടത്. അപ്പം സർപ്പപ്രീതി വരുത്തി കഴിഞ്ഞാൽ മഹാഭാഗ്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഈ ദോഷമുള്ളവരായാലും ആരായാലും സർപ്പപ്രീതി നടത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം, പ്രത്യേകിച്ച് കേരളീയർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താ മാമിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട്. സർപ്പപ്രീതിരവശ്യമേവ കരണേ ആരോഗ്യപുത്രാബ്ദേ എന്ന് പറയുന്നത്. ആരോഗ്യത്തിനും പുത്രാബ്ദിക്കും വേണ്ടിയിട്ട് നിശ്ചയമായിട്ടും ഒരു സർപ്പദോഷവും ഇല്ലാത്തവർ പോലും സർപ്പപ്രീതികരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം. സർപ്പങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പുണ്ടോ എന്നേ ചോദിക്കാറുള്ളൂ. അല്ലാതെ മനുഷ്യർ ഇങ്ങോട്ട് വന്ന് കടിക്കുന്ന പാമ്പ് അത് യോഗമുള്ളവരെ മാത്രമേ അങ്ങനെ വന്ന് കടിക്കുള്ളൂ. പാമ്പ് കടിച്ച് മരിക്കാൻ യോഗമുള്ളവരെ ഇങ്ങോട്ട് വന്ന് കടിക്കും. ഇല്ലെങ്കിൽ അബദ്ധത്തിലൊക്കെ ചെന്ന് ചവിട്ടുമ്പോഴാണ് പലർക്കും കടിയേക്കുന്നത്.
അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കേണ്ടത് ഇങ്ങോട്ട് ഉപദ്രവിക്കത്തില്ലെന്നാണ് ഇതുവരെ പറഞ്ഞു കേൾവി. അങ്ങനെയാണ്. അപ്പം സർപ്പപ്രീതി വരുത്താനായിട്ട് പറ്റുന്ന പരിഹാരങ്ങൾ അല്ലെ പൂജകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നൂറും പാലും അല്ലെ ആയില്യത്തിന് പൂജ ചെയ്യുക, അല്ലെ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകൾ കഴിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. അതിന് ഓരോന്നിനും ഓരോ രീതി ഉണ്ടെന്നേ ഉള്ളൂ. 12 ദോഷങ്ങൾക്കും 12 റെമഡീസാണ്. അപ്പോൾ നമ്മളത് എപ്പോഴും ഗ്രഹനില നോക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. അല്ല ജനറലായിട്ട് പോയിട്ട് നമുക്കറിയാവുന്ന പൂജകളൊക്കെ ചെയ്യാന്നുള്ളതല്ല. അല്ല, ജനറലായിട്ട് ചെയ്താൽ ജനറലായിട്ടുള്ള റിസൾട്ടേ കിട്ടുള്ളൂ. പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ജാതകം പരിശോധിച്ച് ഗ്രഹങ്ങൾ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നോക്കുമ്പം രാഹു മീനത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ മേടത്തിൽ നിൽക്കുന്നു, പക്ഷെ അത് ഏത് സ്റ്റാറിലാണ് നിൽക്കുന്നതെന്ന് നോക്കണം. മനസ്സിലായില്ലേ? ഏത് സ്റ്റാറിലാണ്. ഉദാഹരണത്തിന് നമ്മൾ കുംഭൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ചതയം നക്ഷത്രത്തിൽ നിൽക്കുന്ന രാഹു ആണെങ്കിൽ തിരുവാതിര, ചോതി, ചതയം എന്ന് പറയുന്നത് രാഹുവിൻ്റെ നക്ഷത്രങ്ങളാണ്. സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്ന രാഹു ആണെങ്കിൽ ദോഷഫലം അത്രയും കുറഞ്ഞിരിക്കും. അപ്പോൾ അതനുസരിച്ച് ലഘുവായിട്ടുള്ള പരിഹാരം നമ്മൾ ചെയ്താൽ മതി. അത് മാത്രമല്ല, അതിന് വേണ്ട പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരുപാട് ഭാഗ്യങ്ങളും കൂടെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ ദോഷമുള്ള നക്ഷത്രത്തിലാണ്, ഉദാഹരണത്തിന് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ നിന്നാൽ ദോഷം ചെയ്യുന്നവരാണ്. രാഹു നിന്ന് കഴിഞ്ഞാൽ ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം രാഹു നിൽക്കുന്ന നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആ നക്ഷത്രം നോക്കി അതിനനുസരിച്ച് പരിഹാരം ചെയ്താൽ ആ ഗ്രഹങ്ങൾക്കും കൂടെ പരിഹാരം ചെയ്യേണ്ടി വരും. അപ്പോൾ ഉദാഹരണത്തിന് ശൈവം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്, വൈഷ്ണവം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് നോക്കി പരിഹാരം ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരും.